എനിക്ക് വന്നിട്ടുള്ള കുറച്ച് കമന്റുകളിൽ ഏതാണ് ഞാൻ ആ ടൂർ ഫണ്ട് പ്ലാനിങ്ങിനായിട്ട് ഉപയോഗിച്ച ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് ആയിട്ടുള്ള HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ടൂർ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഈ HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിനെ ഉപയോഗിച്ചത്? ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് ആയിട്ടുള്ള HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിന്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, അത് ആർക്കൊക്കെ യോജിക്കും ആർക്കൊക്കെ യോജിക്കില്ല എന്ന് പറയുന്നതിനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കാണാം. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഈ ഫണ്ടിനെ പറ്റി ഇപ്പോൾ പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലല്ല. ഞാൻ എൻ്റെ ടൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗോളിന് വേണ്ടി ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്ത ഈ ഫണ്ട് എന്തുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് യോജിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം എന്താ, നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ അവസ്ഥകളും ഒക്കെ വ്യത്യാസമായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അങ്ങനെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അതിലെന്തെങ്കിലും കൺഫ്യൂഷനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. HDFC ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. ഇത് ഷെയർ മാർക്കറ്റിലും അതുപോലെ മണി മാർക്കറ്റിൽ കൃത്യമായിട്ട് പൈസകൾ അവരുടെ ഒരു അലൊക്കേഷൻ അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുന്നതിനായിട്ട് റിസ്ക് കുറഞ്ഞ രീതിയിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. എൻ്റെ പേഴ്സണൽ ആവശ്യമായിട്ടുള്ള ഈ ടൂർ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് എനിക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യണം. പക്ഷെ എനിക്കത് ഫ്രീക്വന്റ് ആയിട്ട് വേണം. എൻ്റെ ഒരു ലോങ് ടേം ആവശ്യമല്ല, പക്ഷെ എനിക്കതൊരു മീഡിയം ടേം ആവശ്യമായതുകൊണ്ട് തന്നെ, വീണ്ടും വീണ്ടും ചെയ്യേണ്ട ഒരു ആവശ്യമായതുകൊണ്ട് തന്നെ വലിയൊരു റിസ്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ താഴ്ന്നിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മളുടെ ക്യാപിറ്റലിൽ നിന്ന് തന്നെ പൈസ എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഇട്ട പണത്തിൽ നിന്ന് തന്നെ പൈസ എടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിനായിട്ട് ആണ് ഈ ഡൈനാമിക് അസറ്റ് അലൊക്കേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഈ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ചത്. ഞാൻ ഇതിന്റെ ഗുണങ്ങളായിട്ട് കണ്ടിട്ടുള്ളത്, ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള അസറ്റ് അലൊക്കേഷൻ തന്നെയാണ്. അതായത് സ്റ്റോക്കുകൾ ഉയർന്ന വിലയിൽ വരുമ്പോൾ സ്റ്റോക്കുകളിൽ നിന്ന് പതുക്കെ പണം ഡെറ്റ് പോർഷനിലേക്ക് മാറ്റുകയും, അതേപോലെ തന്നെ മാർക്കറ്റ് താഴുന്ന സമയത്ത് ഈ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്ന് പണം ഇക്വിറ്റിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഗോൾഡ് പോലുള്ള കമോഡിറ്റീസിലും നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ഡൈനാമിക് അസറ്റ് അലൊക്കേഷൻ സ്ട്രാറ്റജിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചൊരു ഘടകം. അതുപോലെ തന്നെ മറ്റുള്ള ഒരു മ്യൂച്വൽ ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറഞ്ഞ വൊളാറ്റിലിറ്റി ഉള്ള ഒരു ഫണ്ടായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത്. ഷെയർ മാർക്കറ്റിലല്ല ഇതിന്റെ മുഴുവൻ പണവും നിക്ഷേപിക്കുന്നത്, പക്ഷെ മെജോറിറ്റി പണവും ഇതിൽ തന്നെയാണ്. 60-65% ഒക്കെ ഷെയർ മാർക്കറ്റിലാണ്. ബാക്കി 35 മുതൽ 40% വരെയൊക്കെ ഡെറ്റ് പോർഷനിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ ഉയർച്ച താഴ്ചകൾ ഇതിനെ കാര്യമായിട്ട് ബാധിക്കാറില്ല എന്ന് പറഞ്ഞെങ്കിൽ മാർക്കറ്റിൽ നഷ്ടമൊക്കെ വന്നേക്കാം, പക്ഷേ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റുകളെ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടുകൾ, മിഡ് ക്യാപ് ഫണ്ടുകൾ, ലാർജ് ക്യാപ് ഫണ്ടുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറഞ്ഞിട്ടുള്ള വൊളാറ്റിലിറ്റിയാണ് ഇതിനുള്ളത്. വളരെ നല്ല പെർഫോമൻസ് ആണ് ഇത് കുറേ അധികം കാലമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ അവസാനത്തെ ഒരു 3 വർഷം നോക്കുകയാണെങ്കിൽ 22.9%, 23%-ത്തിനടുത്ത് തന്നെ ഓരോ വർഷവും റിട്ടേൺ തന്നിട്ടുള്ള രീതിയിലാണ്. ലാസ്റ്റ് 5 വർഷത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും 25.1 എന്ന് പറഞ്ഞാൽ വളരെ മികച്ച റിട്ടേൺ തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ 3 വർഷമോ 5 വർഷമോ ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ റിട്ടേൺ ഇനി ഭാവിയിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപങ്ങൾ എപ്പോഴും മാർക്കറ്റിന്റെ ഉയർച്ച താഴ്ചകൾക്ക് അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ലോങ് ടേമിലേക്ക് നമ്മൾക്ക്, ഒരു മീഡിയം ടു ലോങ് ടേമിലേക്ക് നമ്മൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ തന്നെയാണ് ഇത് തരുന്നത്. ഇതിന്റെ മറ്റൊരു ഗുണമായിട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ആണ്. മാർക്കറ്റ് എത്ര താഴെ വന്നാലും ഒരു പരിധിയിൽ കൂടുതൽ ഇത് ക്രാഷ് ആവാറില്ല എന്നുള്ളതാണ് മറ്റുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ ആവശ്യങ്ങൾക്ക് ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇക്വിറ്റി ഫണ്ട് പോലെ തന്നെയാണ് ഇതിന്റെ ടാക്സേഷൻ എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടൂർ പ്ലാനിങ്ങിനായിട്ട് എല്ലാ വർഷവും ഞാൻ കുറച്ച് പൈസ പിൻവലിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് മാത്രം, ഒരു വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ലാഭത്തിന്റെ 12.5% മാത്രം എനിക്ക് അതിൽ നിന്ന് ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി. അതായത് ഞാൻ 5 ലക്ഷം രൂപ പിൻവലിക്കുകയാണ്. ഈ 5 ലക്ഷം രൂപ പിൻവലിക്കുമ്പോൾ എനിക്ക് അതിലെ ഒരു 2 ലക്ഷം രൂപ ലാഭമാണ്, 3 ലക്ഷം രൂപ എന്റെ പ്രിൻസിപ്പൽ ആണ് എന്നുണ്ടെങ്കിൽ ഈ 2 ലക്ഷത്തിന്റെ 12.5% 25,000 രൂപ മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. അതേസമയത്ത് ഒരു ഡെറ്റ് ഫണ്ടിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 ലക്ഷം രൂപ ലാഭം കിട്ടുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്റെ ടാക്സ് ലാബിനനുസരിച്ച് ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് 60,000 രൂപ വരെയൊക്കെ എനിക്ക് ടാക്സ് കൊടുക്കേണ്ടി വരാറുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണവും അല്ലെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യാനുള്ള ഒരു കാരണവും എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ
വലിയ കമ്പനികളിലും അതേപോലെ തന്നെ ചെറിയ കമ്പനികളിലും ഗവൺമെന്റ് കോർപ്പറേറ്റ് ബോണ്ടുകളിലും ഒക്കെ നിക്ഷേപിക്കുന്നതിന്റെ ആ ഒരു രീതി, അതിന്റെ ഒരു മിക്സ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അതായത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺ തരുന്ന ഒരു ഫോക്കസോട് കൂടി നിക്ഷേപിക്കപ്പെടുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് ഇത് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാൻ സാധിക്കും. നിങ്ങളിൽ സാധാരണ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് എന്തു വന്നാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് വളരെ ചെറിയ മിനിമം ഇൻവെസ്റ്റ്മെന്റ്, അതായത് 100 രൂപ കൊണ്ടൊക്കെ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഫണ്ടിലെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 7 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഫണ്ട് സെലക്ട് ചെയ്തത്. പക്ഷേ ഇതിന്റെ ഒരു 4-5 ദോഷം കൂടെ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ദോഷമായിട്ട് കണ്ടിട്ടുള്ളത്, സാധാരണ ഒരു ഇൻഡെക്സ് ഫണ്ടുകളെക്കാളും അല്ലെങ്കിൽ സാധാരണ ഒരു ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾക്ക് താരതമ്യേന അല്പം എക്സ്പെൻസ് കൂടുതലാണ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഞാൻ ഇപ്പോൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിന്നൊക്കെ എനിക്ക് ആകെ ഒരു വർഷം ചെലവാകുന്നത് വെറും 200-300 രൂപയാണ്. അതേസമയം തന്നെ ഈ ഇത്തരം ഫണ്ടുകൾ നമുക്ക് ഈ ബാലൻസ് അഡ്വാൻറ്റേജ് കാറ്റഗറിയിലുള്ള ഫണ്ടുകളിൽ മിക്കവാറും ഒരു 800 മുതൽ 1500 വരെയുള്ള രൂപ നമുക്ക് 1 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ ഓരോ വർഷവും നമുക്ക് നഷ്ടമാവാറുണ്ട്. ഇത് ഇപ്പോൾ മാനേജ് ചെയ്യുന്ന വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺ ഉണ്ട്. പക്ഷേ ഇതിന്റെ ഈ ഒരു ഡൈനാമിക് അസറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു രീതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫണ്ട് മാനേജർ ഡിപ്പെൻഡൻസി കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതായത് ഇതിന്റെ ഫണ്ട് മാനേജർ മാറുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടിട്ടുള്ള ഈ ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ഒന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടിയൊരു വൊളാറ്റിലിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതായത് ഇതൊരു ഹൈബ്രിഡ് കാറ്റഗറിയിലുള്ള ഫണ്ടാണ്. ഇതിന്റെ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഇക്വിറ്റി ഫണ്ടിനും ഡെറ്റ് ഫണ്ടിനും ഇടയ്ക്കുള്ള ഒരു റിസ്ക് ആണ്. റിസ്ക് ഇല്ല എന്നുള്ളതല്ല അർത്ഥം. ഇതിന്റെ റിസ്ക് താരതമ്യേന കുറവാണ്, പക്ഷെ റിസ്ക് ഇല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഒരു ചെറിയ കാലത്തേക്കൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും കിട്ടിയേക്കില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിലോ ഒക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ലാഭമൊന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിലേക്ക് ഇതൊരു കാരണവശാലും വിടരുത്. ഇതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഈ ഫണ്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ പണം പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 20% നമുക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 50,000 രൂപ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 400 രൂപ ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇതിന്റെ സ്ട്രാറ്റജി കുറച്ച് കോംപ്ലക്സ് ആണ്. ഇതൊരു സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് എൻ്റെ ടൂർ പ്ലാനിങ്ങിനുമായിട്ട് ആ ഗോളുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഒരു മീഡിയം റിസ്ക് എടുത്ത് ഒരു അത്യാവശ്യം ലോങ് ടേമിലേക്ക്, മീഡിയം ടു ലോങ് ടേമിലേക്ക് അത്യാവശ്യം നല്ല ഒരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു റിസ്ക്കും റിട്ടേണും കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തത്. അത്തരമൊരു ഗോളുള്ള ഒരാൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഒരിക്കലും അതൊരു ഇൻവെസ്റ്റർ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ഫിനാൻഷ്യൽ അവസ്ഥയും നിങ്ങളുടെ ഗോളുകളുടെ സ്വഭാവവും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. അതിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നിർത്താം. അതായത് ഇതിലെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 100 രൂപയാണ്. ലാസ്റ്റ് 3 വർഷമായിട്ട് 22.9% ആനുവൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ലാസ്റ്റ് 5 വർഷമായിട്ട് 25.1 ആനുവൽ റിട്ടേൺ തന്നിട്ടുണ്ട്. എക്സ്പെൻസ് റേഷ്യോ 0.75 ഒക്കെയാണ്. ഇതിന്റെ ഇപ്പോഴത്തെ ഇക്വിറ്റി അലോക്കേഷൻ 66%. നമ്മൾ ഇടുന്ന 100 രൂപയിൽ 66 രൂപ സ്റ്റോക്കുകളിലും 27 രൂപ ഡെറ്റ് ഇൻസ്ട്രുമെന്റുകൾ, അതായത് ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഇൻസ്ട്രുമെന്റുകളിലും ബാക്കി ക്യാഷ് ഹോൾഡിംഗ്സും ഗോൾഡ് പോലുള്ള ചെറിയ ഇൻവെസ്റ്റ്മെന്റുകളാണുള്ളത്. ഒരു ഡൗൺ സൈഡ് പ്രൊട്ടക്ഷന് ഒരു ടാക്സ് ബെനിഫിറ്റോട് കൂടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഫണ്ടായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയുടെ ഒരു ഗ്രോത്തും അതേപോലെ തന്നെ ഡെറ്റിന്റെ ഒരു സെക്യൂരിറ്റിയും ബാലൻസ് ചെയ്തുകൊണ്ട് അതായത് മാർക്കറ്റ് കണ്ടീഷനുകളിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺ തരുന്നതിനായിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഉള്ള ഒരു നിക്ഷേപം നടത്തുന്ന ഒരു ഫണ്ട് മാനേജർ റൺ ചെയ്യുന്ന ഒരു ഫണ്ടായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഒരിക്കലും ഇത് റിസ്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കരുത്. റിസ്ക് മീഡിയം ആയിട്ടുള്ള റിസ്കിൽ ഒരു എബോവ് ആവറേജ് റിട്ടേൺ കിട്ടുന്നതിനായിട്ട് ഒരു മീഡിയം ടു ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കുന്നതിനായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഫണ്ട് നിങ്ങൾക്കും താല്പര്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. കമന്റുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾ കമന്റുകളായിട്ടും ചോദിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഉപകാരമായേക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് അവർ കാണുന്നത്. കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.